മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് തിരിച്ചടിയായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കളക്ടറേറ്റിൽ നടന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യ എത്തിയത് ആസൂത്രിതമായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിയാണെന്നും നിയമ പോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ കുടുക്കുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. നവീൻ ബാബു പണം വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കൈക്കൂലി ചോദിച്ചു എന്നായിരുന്നു ആരോപണം. കൈക്കൂലി സ്വീകരിച്ചതിന് തെളിവുകളില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നു. യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ ക്ഷണിക്കാതെയാണ് എത്തിയതെന്നും വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിലെ വിവരങ്ങൾ ശരിയാണെന്ന് പ്രതികരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നിയമപോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കി. സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ. നിയമ പോരാട്ടത്തിന് ഇത് സഹായകരമാണ്. ഇതിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ജില്ലാ കളക്ടറോ കളക്ടറേറ്റിലെ ജീവനക്കാരോ PP ദിവ്യയെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നാണ് മൊഴി നൽകിയത്. ഇതിനൊപ്പം പ്രാദേശിക ചാനൽ പ്രതിനിധിയുടെ മൊഴിയും ദിവ്യക്ക് കുരുക്കാണ്. PP ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചെന്നാണ് ചാനൽ പ്രതിനിധിയുടെ മൊഴി. ഈ സാഹചര്യത്തിൽ പോലീസ് തുടരന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ ഗീത നൽകിയ റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.